പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായിട്ടൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ മടവൂര് വളരെ കൃത്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട് നെൽകർഷകരുടെ നാടാണ്. ഈ സർക്കാർ നെൽകർഷകരോട് ചെയ്ത പാതകം എന്താണ് എന്ന് അനുഭവിച്ച നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. PRS വായ്പയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത പ്രസാദ് ഉൾപ്പെടെയുള്ള എത്രയോ കർഷകർ നമ്മുടെ മുന്നിലുണ്ട്. നെൽ സംഭരണം താറുമാറാക്കിയ ഒരു സർക്കാരാണ്. രാജ്യത്തെ ഏറ്റവും വിലക്കയറ്റമുള്ളൊരു സംസ്ഥാനമായി കേരളം മാറുമ്പോഴും നമ്മുടെ മാർക്കറ്റുകളിൽ കൃത്യമായി ഇടപെടൽ നടത്തിയ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ബാധ്യതയുള്ള സർക്കാർ സപ്ലൈകോയിൽ ഭീമമായ കുടിശ്ശികൾ ഉണ്ടാക്കി പണം നൽകാത്തതിൻ്റെ പേരിൽ സർക്കാരിന് സപ്ലൈകോയ്ക്ക് ധാന്യങ്ങൾ നൽകുന്ന കമ്പനികൾ വരെ അവരുടെ സപ്ലൈ നിർത്തിവെച്ച സാഹചര്യം ഉണ്ടായി. നെല്ല് സംഭരണം ആകെ താറുമാറായിപ്പോയി. അങ്ങനെ നെല്ല് സംഭരണം ഉണ്ടാകാതെ വന്നപ്പോൾ ആലപ്പുഴയിലും പാലക്കാടും ഉൾപ്പെടെ കൊയ്ത നെല്ല് മുഴുവൻ വെള്ളം കയറിയും ചീഞ്ഞും പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പണം സംഭരിച്ച നെല്ലിന് കർഷകർക്ക് കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോഴാണ് PRS വായ്പ എന്നുള്ളൊരു പദ്ധതിയുമായി വന്നത്. പ്രസാദിൻ്റെയൊക്കെ മരണമുണ്ടായപ്പോൾ ഞങ്ങളെല്ലാം ആ ചർച്ചകളിൽ വളരെ കൃത്യമായിട്ട് ഈ PRS വായ്പ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നെൽകർഷകൻ നെല്ലുണ്ടാക്കി സപ്ലൈകോയ്ക്ക് കൊടുത്തതിനു ശേഷം, സർക്കാരിന് കൊടുത്തതിനു ശേഷം വീണ്ടും ബാങ്കിൻ്റെ മുൻപിൽ കടക്കാരനായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ PRS വായ്പ സർക്കാർ തിരിച്ചടയ്ക്കേണ്ട പണം നൽകിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കർഷകർ ബാങ്കുകളുടെ മുൻപിൽ പണം തിരിച്ചടയ്ക്കാത്തവരായി മാറി സിബിലിൽപ്പെട്ട് അവർക്ക് പിന്നീട് വിത്തിറക്കാൻ പോലും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അന്നെല്ലാം ഈ സർക്കാരിൻ്റെ വക്താക്കൾ PRS വായ്പ മഹത്തായ എന്തോ ആണെന്നും മറ്റൊരു സംസ്ഥാനവും നടപ്പാക്കാത്തതാണെന്നും അതിൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു PRS വായ്പകൾ നിർത്തലാക്കുക. അപ്പോൾ എല്ലാ മേഖലകളിലും തകർന്ന ഒരു സർക്കാരാണ്. പെൻഷൻ നൽകുന്നതിൽ പരാജയപ്പെട്ടൊരു സർക്കാർ, അവർ വാഗ്ദാനം ചെയ്ത പെൻഷൻ നൽകാതിരുന്നൊരു സർക്കാരാണ്. ലൈഫ് ഭവന പദ്ധതി എന്നുള്ള പേരിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഭവന പദ്ധതികളെ എല്ലാം ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഒരൊറ്റ ബ്രാൻഡിങ്ങിൻ്റെ കീഴിലാക്കി. അതിൽ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4 ലക്ഷം വീടുകൾ നൽകിയപ്പോൾ 10 വർഷം കൊണ്ട് ആ 4 ലക്ഷം വീട്ടിലേക്ക് മാത്രം എത്താൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ ഇന്ന് PR വർക്കിലൂടെ 5 വർഷം കൊണ്ട് 4 ലക്ഷം വീടുണ്ടാക്കിയ ഉമ്മൻചാണ്ടി അല്ല, മറിച്ച് 10 വർഷം കൊണ്ട് 4 ലക്ഷം വീടുണ്ടാക്കിയ പിണറായി വിജയനാണ് മിടുക്കൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇന്ന് ഈ നുണകളെല്ലാം പടച്ചുപിടിക്കുന്നതിന് വേണ്ടി വലിയൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലൊക്കെ ഉണ്ടായിരുന്ന നികേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ്, ആ ജേർണലിസ്റ്റ് ഇന്ന് CPM വേണ്ടിയിട്ടുള്ള നുണകൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് ഇന്നത്തെ ജോലി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, UDF PR വല്ല പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നികേഷ് കുമാറിന് കൊടുക്കണം. കാരണം അദ്ദേഹം ചെയ്യുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് ഗുണമായിട്ട് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു പാവപ്പെട്ട മനുഷ്യനെ സ്റ്റേജിൽ കയറ്റി ഒരു നാടകം കളിച്ച് അദ്ദേഹത്തിന് കിട്ടിയ പെൻഷൻ MV ഗോവിന്ദൻ മാസ്റ്ററെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഗോവിന്ദൻ മാസ്റ്റർ തിരിച്ച് കീശയിലിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, UDF വന്നാൽ ഈ പെൻഷൻ കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ വരണം. പിറ്റേ ദിവസം നമ്മുടെ ഒരു പ്രവർത്തകൻ ചെന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അറിയാതെ ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് നേതാക്കന്മാർ പറഞ്ഞ് തയ്യാറാക്കിയാണ് ഇത് കൊടുത്തുവിട്ടത്. അങ്ങനെ വലിയ PR ഉണ്ടാക്കുകയാണ്. MA ബേബിയെ കൊണ്ട് പാത്രം കഴിയിപ്പിക്കുകയാണ്. നമുക്കൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളൊക്കെ വീട്ടിൽ പാത്രം കഴുകാറുണ്ട്. ഭാര്യ അത്യാവശ്യം ഒന്ന് കണ്ടുകിട്ടിയാൽ വേണമെങ്കിൽ നിലം തൂത്തും തുടയ്ക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് തോറ്റ് കഴിയുമ്പോൾ വല്ലവൻ്റെ വീട്ടിൽ പോയി പാത്രം കഴുകുന്ന അത്ര നല്ല പരിപാടിയല്ല, അല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 65% മേൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശ്രീ MA ബേബി അടുത്ത വീട്ടിൽ പോയി പാത്രം കഴുകുന്നത് അത്ര നല്ലതല്ല. അല്ലാതെ വീട്ടിലൊക്കെ പാത്രം കഴുകട്ടെ. അപ്പോൾ ജനങ്ങളെ അവർ ഇന്ന് ഈ സർക്കാരിനെതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചെപ്പട വിദ്യകളായിട്ട് ഇറക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ തൊഴിലുറപ്പ് പദ്ധതിയെ പോലും CPM സമ്മർദ്ദം കൊണ്ടുണ്ടാക്കിയതാണെന്ന്
ശൈലജ ടീച്ചറെ പോലെ ഒരാളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് മന്ത്രിമാരുടെ എല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ടും നാവുമെല്ലാം PR ഏജൻസികൾക്ക് കടം കൊടുത്തിരിക്കുക. ശിവൻകുട്ടിയൊക്കെയാണ് വന്ന് ട്രോളുകൾ ചെയ്തത്. ശിവൻകുട്ടി ആരാണെന്നറിയാലോ? VD സതീശൻ ഒരു പ്രാവശ്യം ഒരു അന്വേഷണം കൊണ്ടു പറഞ്ഞു പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവൻകുട്ടി വന്നൊരു പത്രസമ്മേളനം നടത്തി. എഴുതിക്കൊണ്ടാണ് വന്നത്. എഴുതിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു പേടിച്ചു പോയി എന്ന് പറഞ്ഞ സതീശൻ മറുപടി പറയാണ്, ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല. അതല്ലേ നമ്മളും പറഞ്ഞത്? CPM ഒന്നും എഴുന്നേറ്റ് നിന്ന് VD സതീശനെയും UDF-നെയും വെല്ലുവിളിക്കാൻ പോയാ ഞങ്ങളാരും പേടിക്കില്ലെന്നാ പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ശിവൻകുട്ടി വന്ന് എഴുതി വന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് തന്നെ. അപ്പൊ അതുപോലും എഴുതി മറിഞ്ഞ് പറയാൻ പറ്റാത്ത ആളൊക്കെ ഇന്ന് PR ഏജൻസിയുടെ ഭാഗമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ശ്രീ ഷഫീർ ഇവിടെ ഉണ്ട്, കുറെ കൂടി ആവേശത്തോട് കൃത്യമായി ആ രാഷ്ട്രീയം നിങ്ങളോട് പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം സമയമെടുക്കുന്നില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം കേവലം ഒരു രാഷ്ട്രീയ ജാഥയല്ല, മറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾക്ക് മാറ്റാൻ ഒരു ഭരണമാറ്റം മാത്രമല്ല, മറിച്ച് ഈ സംസ്ഥാനത്ത് സർക്കാർ പരാജയപ്പെട്ടെടുത്ത് നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ നാടിനെ ആ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി ജനങ്ങളോട് സംവദിക്കുന്ന ഒരു യാത്രയാണ്. ആ യാത്രയെ നെഞ്ചേറ്റി എന്നുള്ളത് കണ്ണൂർ, കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എല്ലായിടത്തും നമുക്കറിയാം അഭൂതപൂർവമായ പിന്തുണയാണ് ഈ പരിപാടിക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾ ആവേശത്തോടു കൂടി, സാധാരണ കോൺഗ്രസ് പരിപാടികളിലൊക്കെ നമ്മൾ കാണാറുള്ളത് പരിപാടി തുടങ്ങി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ജാഥ ക്യാപ്റ്റൻ എത്തിയാൽ പല വഴിക്ക് ആൾക്കാർ മാറി നിൽക്കും. പക്ഷെ അതൊന്നും അല്ലാതെ ആ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ അവസാനം വരെ കേൾക്കുന്ന, ശ്രദ്ധാപൂർവം ശ്രമിക്കുന്ന പ്രവർത്തകരെയും ജനങ്ങളെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൽ അലയടിച്ച് നമ്മൾ കേരളത്തിൽ UDF 100 സീറ്റുകൾക്ക് മേൽ വിജയിക്കുമ്പോൾ ഈ ചിറ്റൂരും നമ്മുടെ MLA, ആ മുഖ്യമന്ത്രിക്ക് കൈപൊക്കാൻ UDF-ന്റെ MLA ഉണ്ടാവും എന്ന് നിങ്ങൾ ഉറപ്പു തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ PG പ്രസന്നകുമാർ RSPയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അബ്ദുൾ റഷീദ് എന്ന ചെറുപ്പക്കാരനെ കണ്ണൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. KPCCയുടെ മെമ്പറാണ്. കണ്ണൂർ കൊഴിഞ്ഞാമ്പാറയിൽ പടയൊരുക്കം പരിപാടിയിൽ 2 മണിക്കൂർ കൂടുതൽ പ്രസംഗിച്ച് പ്രകമ്പനം കൊള്ളിച്ച ആളാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ചിറ്റൂരിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീ K. അച്ചുവേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മുമ്പിലുണ്ട്. സ്വാഗതം ചെയ്യുന്നു.